गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജൂലൈ 20 മുതൽ 26 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, കർക്കിടകം 4 മുതൽ 10 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സുഖസ്ഥാനത്ത് ബുധനും രവിയും, പുത്രസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവർദ്ധനവും കാര്യതടസ്സവും ഉണ്ടാകും. വസ്ത്രലാഭം, മാനക്ഷയം, ഭയം, അനാരോഗ്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശത്രുഭയം ഉണ്ടാകും. സന്താന ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ബന്ധുസമാഗമവും യാത്രാഗുണവും ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. ഭൗതിക സുഖഭോഗങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും. ശത്രുവർദ്ധനവും മനോരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രനും, ധനസ്ഥാനത്ത് വ്യാഴവും, സഹോദരസ്ഥാനത്ത് ബുധനും രവിയും, സുഖസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭൗതിക സുഖങ്ങൾ അനുഭവവേദ്യമാകും. പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. സന്താന യോഗം പ്രതീക്ഷിക്കാം. ആരോഗ്യപുഷ്ടിയും ഐശ്വര്യവും ഉണ്ടാകും. ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുക്കളുമായി രമ്യതയിലെത്തും. കീർത്തി സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും, ധനസ്ഥാനത്ത് ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് ശനിയും, വ്യയസ്ഥാനത്തും ജന്മസ്ഥാനത്തുമായി ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശവും രോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്ത്രാഭരണാദികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എടുത്തുചാട്ടം മൂലം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. ബന്ധുസമാഗമം, അമിത ചെലവ്, ഭാഗ്യസിദ്ധി, മാനക്ഷയം എന്നിവയ്ക്ക് യോഗമുണ്ട്. പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും, ധനസ്ഥാനത്ത് കുജനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ശുക്രനും, വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കോപം നിയന്ത്രിക്കണം. ശരീരസുഖം കുറയും. മൃഷ്ടാന്ന ലാഭം, സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, ധനനാശം എന്നിവ പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ധീരതയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്തരം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും, അഷ്ടമത്തിൽ ശനിയും, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ശുക്രനും, ലാഭസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഉഷ്ണരോഗങ്ങൾ, ദേഹപീഡ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാവും. കർമ്മഗുണം കുറയും. അപമാനകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരും. ധനവരവ് മെച്ചപ്പെടും. ശത്രുഭയം ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കഷ്ടനഷ്ടങ്ങൾ വർദ്ധിക്കും. ബന്ധുഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും, കളത്രസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ശുക്രനും, കർമ്മസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദ്രവ്യനഷ്ടത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാഗുണവും കുടുംബസൗഖ്യവും ഉണ്ടാകും. കർമ്മരംഗത്ത് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ദൂരദേശ യാത്രയും അലച്ചിലും നേരിടേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്.
ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും രോഗശാന്തിയും ഉണ്ടാകും. ധനവർദ്ധനവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യവും സാമർഥ്യവും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ഭൂമി വാഹനാദികൾ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മൃഷ്ടാന്ന ലാഭം, ഭയം, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടായേക്കാം. അപകടങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്ത മേഖലകളിലും വിജയമുണ്ടാകും. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി സർപ്പപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. പ്രിയജന വിരഹവും അപമാനവും നേരിടേണ്ടതായി വരും. രോഗശമനം, ശയനസുഖം, മുറിവ്, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. കർമ്മഗുണം കുറയും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ധനനഷ്ടവും യാത്രാക്ലേശവും ഉണ്ടാകും. കലഹപ്രവണത ഒഴിവാക്കുക. മനോവിഷമങ്ങൾ വർദ്ധിക്കും. സന്താനഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്തു ശത്രുസ്ഥാനത്തുമായ ശുക്രനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും കലഹപ്രവണതയും ഉണ്ടാകും. രോഗാരിഷ്ടതകൾക്ക് സാധ്യത. കളത്രസൗഖ്യവും സന്താനഗുണവും ഉണ്ടാകും. കാര്യവിജയം, ധനവരവ് എന്നിവ ഉണ്ടായേക്കാം. ധാതുക്ഷയവും തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. സഞ്ചാര തടസ്സം, ധനവരവ്, ശയനസുഖം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്തു ശത്രുസ്ഥാനത്തുമായ ശുക്രനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും കലഹപ്രവണതയും ഉണ്ടാകും. രോഗാരിഷ്ടതകൾക്ക് സാധ്യത. കളത്രസൗഖ്യവും സന്താനഗുണവും ഉണ്ടാകും. കാര്യവിജയം, ധനവരവ് എന്നിവ ഉണ്ടായേക്കാം. ധാതുക്ഷയവും തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. സഞ്ചാര തടസ്സം, ധനവരവ്, ശയനസുഖം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനി, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ശുക്രൻ, പുത്രസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബ സുഖക്കുറവും നയനരോഗങ്ങളും ഉണ്ടാകാം. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കും. ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാകും. ശത്രുശല്യം കുറയും. ഭാര്യാകലഹവും ഉദരരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം, രോഗശമനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനലാഭവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ശുക്രൻ, സുഖസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് ബുധൻ, പുത്രസ്ഥാനത്ത് രവി, ശത്രുസ്ഥാനത്ത് കുജൻ എന്നിവ സഞ്ചരിക്കുന്ന സമയമാണ്. മാനസികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും. ധനനഷ്ടം, കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത. സ്വർണ്ണലാഭവും ശത്രുക്കൾക്കുമേൽ ജയവും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കം സംഭവിക്കും. അനുഭവഗുണം കുറയും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. രോഗവും സ്വജന വേർപാടും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.